ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, നന്ദി, നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളെ Jesus പരിപൂർണമായി name, നിനക്ക് Jesus. സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. നമുക്കെല്ലാം നമ്മുടെ ജീവിതങ്ങളെ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് സമർപ്പിക്കാം. കർത്താവിൽ വലിയ സുരക്ഷിതത്വവും ആനന്ദവും നമുക്ക് കണ്ടെത്താം. നമുക്കെല്ലാം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഒരുപാട് വേദനകള്. പ്രഭാതത്തിൽ ഒരു വ്യക്തി എനിക്ക് ഒരു 5 ഷീറ്റ് പേജിലാണ് മെസ്സേജ് ഇട്ടിരിക്കുക. സിസ്റ്ററെ, ഞാൻ ഈ മെസ്സേജ് എഴുതുന്നത് ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ടാണെന്നാണ് ആ സ്ത്രീയുടെ ആദ്യത്തെ സെന്റൻസ്. ഏകദേശം ഒരു 6 ആഴ്ചയോളം പ്രഗ്നൻസി പീരീഡിലായിരിക്കുമ്പോൾ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ നീണ്ട ലെറ്റർ വായിച്ചുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഭയത്തിൻ്റെയും ആകുലതകളുടെയും സങ്കടങ്ങളുടെയും ചില ഭയാനകമായ നിമിഷങ്ങൾ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പുകളുടെ വേഗതയും ഒക്കെ ആയിട്ടായിരിക്കും നമ്മളിവിടെ ആയിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ മാത്രം സുരക്ഷിതത്വവും ആനന്ദവും ഉള്ളൂ എന്ന് സങ്കീർത്തകൻ ഉറക്കെ നിലവിളിച്ചു പറയുന്ന വചനമാണ് സങ്കീർത്തനം 4-ാം അധ്യായം. അതിൽ 1-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ അങ്ങ് എനിക്ക് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ വെള്ളിയാഴ്ച ദിവസം നമുക്കായി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസമാണ്. ഒപ്പം ഈ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കത്തിന് വേണ്ടി പ്രത്യേകമായി സഭ മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ്. ഒപ്പം തന്നെ സഭ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപാവരങ്ങളുടെ ജ്വലനത്തിന് വേണ്ടി, പന്തക്കുസ്തയുടെ ഒരുക്കത്തിന് വേണ്ടി 19-ാം തീയതിക്ക് വേണ്ടി ഏറ്റവും എടുത്ത് ഒരുങ്ങുന്ന ദിനമാണ്. ഈ 3 വലിയ പ്രത്യേകതകളുടെ നടുവിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈശോയുടെ മുൻപിലായിരിക്കും. എല്ലാ മക്കളും ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അഭയം കണ്ടെത്തട്ടെ. കർത്താവേ, എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ എന്ന് ചങ്കു തുറന്ന് വലിയ വിശ്വാസത്തോടെ ഏറ്റുപറയുക. കർത്താവേ, ഞെരുക്കത്തിൽ അങ്ങ് എനിക്ക് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വലിയ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ച ഈ മണിക്കൂറിനെ ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah, ഹല്ലേലൂയ. hallelujah, hallelujah, കർത്താവെ hallelujah, സ്തുതിക്കുന്നു, hallelujah, സ്തുതിക്കുന്നു, hallelujah, സ്തുതിക്കുന്നു. hallelujah, കർത്താവെ hallelujah, നന്ദി hallelujah, പറഞ്ഞു hallelujah, പ്രാർത്ഥിക്കുന്ന hallelujah, കർത്താവെ, hallelujah, കർത്താവെ hallelujah, മുഴു ഹൃദയത്തോടെ ഞങ്ങൾ hallelujah, നിന്നെ hallelujah, ആരാധിച്ച് hallelujah, പ്രാർത്ഥിക്കുന്നു. hallelujah, ഞങ്ങളുടെ hallelujah, ജീവിതത്തിന്റെ hallelujah, എല്ലാ hallelujah, hallelujah, മേഖലകളെയും നിനക്ക് hallelujah, സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ hallelujah, എന്ന് hallelujah, പ്രാർത്ഥിക്കുന്നു. hallelujah, ഈശോയെ, hallelujah, hallelujah, യോഹന്നാന്റെ hallelujah, സുവിശേഷത്തില് hallelujah, 15-ാം അധ്യായം hallelujah, 16-ാമത്തെ hallelujah, വചനത്തില് hallelujah, ഞങ്ങൾ hallelujah. ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കർത്താവെ, അങ്ങ് തെരഞ്ഞെടുത്ത ഒരു കൂട്ടായ്മയുടെ മുൻപിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഈശോയെ, വലിയ ഇടപെടലുകൾ ഈ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണേ കർത്താവെ. യോഹന്നാൻ 14:26: എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ നിമിഷം ഈ കൂട്ടായ്മയിലേക്ക്, രോഗക്കിടക്കയിലായിരിക്കുന്നവരിലേക്ക്, സഹനത്തിന്റെ സാമ്പത്തിക വേദനകളുടെ വലിയ നടുവിലൂടെ, കർത്താവെ, ജീവിത തകർച്ചയുടെ വേദനയുടെ കടന്നു പോകുന്നവര്, ദാമ്പത്യ ബന്ധങ്ങളിൽ സമാധാനമില്ലാത്ത മക്കള്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവര്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളെ, 10-ാം ക്ലാസ് +2 പരീക്ഷ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര്, നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങള്, ഇവരെ
എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിവാഹം നടക്കാത്ത മക്കള്, ജോലിയില്ലാത്ത മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, ദൈവവിളിയിൽ സംശയം തോന്നുന്ന സന്യസ്തരും വൈദികരുമായ എല്ലാ വ്യക്തികളെയും ഈശോയെ സഭ മുഴുവനെയും ഈ പരിശുദ്ധമായ ആദ്യവെള്ളിയാഴ്ച സമർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ ഞങ്ങൾ ഒരു ഹൃദയത്തോടെ ഉരുന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഭൂമുഖത്തെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിലേക്ക്, ജീവിത വ്യാപാരങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക്, വ്യക്തി ബന്ധങ്ങളിലേക്ക്, ആഗ്രഹ പ്രതീക്ഷകളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങ് വന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് യോഹന്നാന്റെ മുൻപിലേക്ക് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് സ്വമേധയാ വന്ന് ആവസിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക് യഥേഷ്ടം അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ മക്കളിലേക്ക്, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്റെ പരിശുദ്ധാത്മാവേ വന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ആവസിച്ചതുപോലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവേ സാമൂലിന്റെ മേൽ യഥേഷ്ടം വന്ന് ആവസിച്ചതുപോലെ, ശിഷ്യന്മാരുടെ മേൽ യഥേഷ്ടം വന്ന് ആവസിച്ചതുപോലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധ അമ്മയിലേക്ക് വലിയ അധികാരത്തോടെ വന്ന് ആവസിച്ചതുപോലെ ഇന്ന് ഈ കൂട്ടായ്മയുടെ മക്കളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ യഥേഷ്ടം വന്ന് ആവസിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളുടെ പഠന മേഖലകളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ അസാധ്യതകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന പുതിയ അനോയിന്റിങ്ങിന്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി എന്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഈ കൂട്ടായ്മയിലേക്ക്, മക്കളുടെ തടസ്സങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വലിയ ദാഹത്തോടെ, വലിയ കൊതിയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഒന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക് വന്ന് നിറയണേ ആത്മാവേ, ഈ കൂട്ടായ്മയിലെ മക്കളിലേക്ക് വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, കൂട്ടായ്മയുടെ മക്കളുടെ ജീവിത വേദനകളിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് പുതിയതാക്കി മാറ്റണം, എന്ത് ചെയ്യണം, അങ്ങ് കടുത്തുയർത്തണം, പുത്തനായി ഉയർത്തി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ,
വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ജീവിതത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് വസിക്കാൻ തകർച്ചകളിലേക്ക് ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ. പരിശുദ്ധാത്മാവേ എല്ലാ കണ്ണുനീരുകളെ ഏറ്റെടുക്കണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഞങ്ങളീ കൂട്ടായ്മയിലേക്ക് അങ്ങ് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയ പ്രസാദ വരങ്ങളീ കൂട്ടായ്മയിലേക്ക് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ കരം പിടിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾ ചൊല്ലിയ എല്ലാ ജപമാലകളും ഞങ്ങൾക്ക് അമ്മയോടുള്ള വലിയ സ്നേഹത്തിൻ്റെയും പ്രത്യേകമായ അടയാളമായി ഈ സമയത്ത് അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ കുടുംബ നിയോഗങ്ങളെ വേദനകളെയെല്ലാം എന്തിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ക്യാൻസർ രോഗികൾ ഈ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, സ്കാനിങ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ഈ കൂട്ടായ്മയിലുണ്ട്. അവരെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഈശോയുടെ വലിയ ഇടപെടൽ, പുതിയ ഒരു അഭിഷേകം, ഒരു സൗഖ്യം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ
സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ഒരാദ്യ വെള്ളിയാഴ്ച കർത്താവിന്റെ കരുണയാൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന ദൈവത്തിന് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വചനം കർത്താവ് ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എനിക്ക് തന്ന വചനമാണ്. പ്രഭാഷകൻ 11:22. അത് ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള മക്കൾക്ക് വേണ്ടി ദൈവം പ്രത്യേകമായി തന്ന വചനമാണ്. നിങ്ങളുടെ നിയോഗങ്ങള് ഈ വചനം എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളും. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനം. ക്ഷണനേരം കൊണ്ട് അത് പൂവണിയുന്നു. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനം. ക്ഷണനേരം കൊണ്ട് അത് പൂവണിയുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഏതൊക്കെയോ മക്കള് എൻ്റെ ജീവിതത്തിൽ മറ്റു പല സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമൊക്കെ ഉണ്ടാകാം, ആകുലതകൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് ഈ കൂട്ടായ്മയെ സമർപ്പിച്ച വിശുദ്ധ എന്ന വചനമാണ്. ദൈവത്തിന്റെ അനുഗ്രഹമാണ് നിന്റെ സമ്മാനം, മറ്റൊന്നുമല്ല. നിന്റെ ഈ ജീവിത യാത്രയില് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതാണ് നീ സ്വീകരിക്കുന്ന മറ്റെല്ലാ അച്ചീവ്മെന്റ്സിനേക്കാൾ ഏറ്റവും വലുത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, പലതും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മേടിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ക്ഷണനേരം കൊണ്ട് അത് പൂവണിയുന്നതാണ്. നിമിഷ നേരം കൊണ്ട്. അതിന് മണിക്കൂറുകളുടെ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. അത് മണിക്കൂറുകൾ കാത്തിരുന്ന് സ്വീകരിക്കേണ്ടതുമല്ല. അത് കർത്താവിന്റെ അനുഗ്രഹം ക്ഷണനേരം കൊണ്ടാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. എപ്പോൾ ഏത് നിമിഷമെന്ന് നമുക്കറിയില്ല. ഓരോ നിമിഷവും അവന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലോട്ട് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും ഞാൻ ഈശോയുടെ മുൻപിൽ ഇരുന്ന് ഇന്ന് എന്താണ് പറയുക, സംസാരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈശോ എനിക്ക് തന്നത് ഇങ്ങനെയാണ്: ആത്മാവിലുള്ള ജീവിതം. ഈശോ തന്ന വചനമാണ് ആത്മാവിലുള്ള ജീവിതം. അപ്പൊ അത് എവിടെയാണ് ബൈബിളിൽ എന്ന് ഞാനിങ്ങനെ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചത് എനിക്ക് കിട്ടിയത് റോമാക്കൾക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായമാണ്. 8-ാം അധ്യായം റോമാക്കൾക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ ഹെഡിങ് ഇങ്ങനെയാണ്: ആത്മാവിലുള്ള ജീവിതമാണ്. നമ്മുടെ ജീവിതം ആത്മാവിലുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല. അതൊരിക്കലും ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ജീവിതമല്ല പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. പാപത്തിലുള്ള ജീവിതം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. അതിനാരും ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ അവിചാരിതമായിട്ട് അല്ലെങ്കിൽ തന്നെ വന്നു ചേരും, അങ്ങനെയൊന്നുമില്ല. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ഈസ് നോട്ട് ആൻ ഓട്ടോമാറ്റിക്. എന്നാൽ അതൊരു തീരുമാനം ആവശ്യപ്പെടുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് കർത്താവ് എന്നോട് വചനത്തിലൂടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആത്മാവിലുള്ള ജീവിതം നയിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അതൊരിക്കലും ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തോട്ട് വന്നു ചേരുന്ന കാര്യമല്ല, മറിച്ച് തീരുമാനം ആവശ്യമുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ ചോയ്സ്. ഇതൊരു ചോയ്സ് കൂടിയാണ്. ഇത് ഞാനും നിങ്ങളും തെരഞ്ഞെടുക്കേണ്ട ഒരു ജീവിതമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കണം. ഓരോ ശ്ലീഹായുടെ ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്. ബൈ ചാൻസിൽ ആർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ഇതിന് ചില തീരുമാനങ്ങളുടെ ആവശ്യമുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തോട് വന്നു ചേരുന്ന ഒരു കാര്യവുമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആത്മാവിൽ അങ്ങനെ നമുക്ക് ജീവിക്കാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3ആയിട്ട് അതിനെ തിരിക്കാൻ പറ്റും. ഇപ്പൊ എൻ്റെ ജീവിതത്തിലോട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ചില റൂളുകൾ ബന്ധപ്പെട്ടുള്ള ജീവിതം നമുക്ക് കാണാൻ പറ്റും. ചില നിയമങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. അങ്ങനെ ചില നിയമങ്ങളിൽ ബന്ധിതമാക്കപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. അത് ഏത് കുഞ്ഞു കാര്യത്തിൽ നോക്കുമ്പോഴും നമുക്ക് സന്യസ്തരാണെങ്കിലും വിവാഹിതരാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ, ഏത് വ്യക്തി ഇപ്പം വിശ്വാസമുള്ളവരാണെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ചില നിയമങ്ങളിൽ ബന്ധിതമായ ഒരു ജീവിതം നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊരു ഫാക്റ്റാണ്. നമ്മുടെ ജീവിതത്തിലും ഈ നിയമങ്ങളിൽ ബന്ധിതമായ ജീവിതം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതല്ല പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അത് പറയാനായിട്ടാണ് ഞാൻ ഈ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു വെക്കും. രണ്ടാമതായിട്ട് നമ്മൾ കാണും, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഇന്നത് കിട്ടും, നീ അതിൽ വിജയം വരിക്കും, അല്ലെങ്കിൽ നീ അത് കൈവശമാക്കും.
അപ്പം അതിന് ചില കാര്യങ്ങൾ, ചില കണ്ടീഷൻസ് വെച്ചിട്ട് ചില ഫോർമുലകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന കാര്യം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് കിട്ടും, അങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ചില ഫോർമുലകൾ വെച്ചിട്ടുള്ള, കണക്കുകൂട്ടലുകൾ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് കാണാനിട്ടു നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ എന്റെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ ചിലർ നമ്മളോട് പറയാണ്, സിസ്റ്റർ ഇന്നത് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ ചിലർ പറയും, നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നടക്കും. പക്ഷെ അതും പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമല്ല. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം? നമ്മൾ പറയും നിയമങ്ങൾ മാത്രം ബന്ധിതമായ ഒരു ജീവിതമാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമല്ല. രണ്ട് ചില കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഒരു ജീവിതമാണ് എങ്കിൽ അതും പരിശുദ്ധാത്മാവിലും ബന്ധിതമായ ഒരു ജീവിതമല്ല. ഇനി മൂന്നാമതായിട്ട് നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ ദൈവാനുഭവം കിട്ടും. അപ്പോൾ ഈ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങളിലൂടെ ഞാൻ ജീവിച്ച് കടന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. ചില അനുഭവങ്ങളിലൂടെ നമ്മൾ ജീവിച്ച് കടന്നു പോവുകയാണ്. അപ്പൊ നമുക്കത് ഭയങ്കര ദൈവാനുഭവമായി. പക്ഷെ ഈ അനുഭവങ്ങളിലൂടെ മാത്രമുള്ള ജീവിതം ആത്മാവിലുള്ള ജീവിതമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ഒത്തിരി ദൈവാനുഭവം കിട്ടി, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം അകന്നകന്ന് പോകുന്നത് കാണുകയാണ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും. ചില കാര്യങ്ങൾ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ധ്യാനം കൂടി കുറച്ച് കഴിയുമ്പോൾ നിറവെല്ലാം പോയി ശൂന്യതയിലേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം? നമ്മൾ പറഞ്ഞു നമുക്കെന്നാ നിയമം ആവശ്യമുണ്ട്, കണ്ടീഷൻസ്, ഫോർമുലാസ് ആവശ്യമുണ്ട്, എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. എന്നാൽ ഇത് മൂന്നും തന്നെ എടുത്താൽ അതൊന്നുമല്ല പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഇത് മൂന്നും പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്നാൽ ഇത് മൂന്നും തെറ്റാണ് എന്നതിന് അർത്ഥമില്ല. ഇത് തന്നെ വെച്ചാൽ ഇത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം അല്ല താൻ. കാരണം നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് പറയാൻ പറ്റും, പക്ഷെ അതല്ല. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുക. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ചിലരോട് പറയാണ്, കർത്താവ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നില്ല. നീ എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും നീ കുർബാനയിൽ പങ്കെടുക്കുക. നമ്മൾ പറയും, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞായറാഴ്ച കടമുള്ള ദിവസമാണ്, ഈ കടമുള്ള ദിവസം ദൈവത്തിന് നീ സമർപ്പിച്ചെന്ന് ചെയ്ത് കടം കയറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ച് ചെയ്യുകയാണ്. അതാണോ പരിശുദ്ധാത്മാവിന്റെ ജീവിതം? അതുമല്ല. അപ്പോൾ പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം? എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒത്തിരി ചില കാര്യങ്ങൾ ഇത് ചെയ്യരുത്, ചെയ്യേണ്ട, അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എങ്കിൽ പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം? എന്റെ ശരീരത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം, എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല, ഒരു തീരുമാനം എടുത്തു. എന്റെ ശരീരം കൊണ്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല, തീരുമാനം എടുത്തു. അതുകൊണ്ട് മാത്രം എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷികൾ നമ്മളോട് ആവശ്യപ്പെടുക ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല, ഫോർമുലാസ്, കണ്ടീഷൻസ് വെച്ചുകൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ട് കാര്യമില്ല, എക്സ്പീരിയൻസിൽ മാത്രം ജീവിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ എത്തിച്ചേരുക? അവിടെയാണ് പൗലോസ്ലീഹ നമ്മോട് പറയുന്ന ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പൊ നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. കർത്താവെ, യഥാർത്ഥമായ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതം, മനുഷ്യരുടെ പ്രീതിയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിത തലത്തിലേക്ക് ഇവിടെ ഇന്ന് കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ആനയിക്കണേ കർത്താവെ. ദൈവ പ്രീതിക്ക് പാത്രമാകുന്ന ഒരു തലത്തിലേക്ക് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നമ്മൾ മോശയെ കാണുകയാണ്. പുറപ്പാട് 33:17 മോശയെ നമ്മൾ കാണുന്നുണ്ട്. മോശയോട് കർത്താവ് പറയുകയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് നിറവേറ്റി തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം.
നമ്മളതൊന്ന് ചിന്തിക്കാൻ പോവാണ് ആ വചനം. നീ ആവശ്യപ്പെട്ട ഈ കാര്യം നിനക്ക് ഞാൻ സാധിച്ചു തരും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിലുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ പ്രീതി നേടുന്നവരിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് വന്ന് ആവസിക്കുന്നത്. നമ്മൾ കാണുകയാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോ ഇതാ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിന്നു. സ്നാപകന്റെ മുൻപിൽ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ എഴുന്നള്ളി വരുന്നതായി നമ്മൾ കണ്ടു. അപ്പോൾ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്ന് ആവസിക്കുക. പിന്നെ ഈശോയുടെ ജീവിതം, നമുക്കറിയാം ആത്മാവ് ഈശോയെ നയിക്കുകയാണ്. ആത്മാവിലുള്ള ജീവിതമാണ് പിന്നീട് നമ്മൾ ഈശോയുടെ ജീവിതം മുഴുവൻ നമ്മൾ കാണുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച്, പരിശുദ്ധാത്മാവ് ഹിംസൽ, അവൻ പരിശുദ്ധാത്മാവ് ഇഷ്ടത്തോടെ വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ ദൈവപ്രീതി നേടുക എന്നുള്ളതാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ ഇതാ ഈജിപ്തിലെ ഫറവോയുടെ പുത്രിയുടെ മകനായി വളർന്ന മോശയ്ക്ക് ഇസ്രായേൽ മക്കൾക്കിടയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ട് വഴക്കുണ്ടാക്കി ഒരാളെ കൊന്ന് അവിടെ ഓടി ഒളിക്കുന്ന മോശ ഇതാ ജത്രോയുടെ മകളുടെ കല്യാണം കഴിച്ച് ജത്രോയുടെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ കഴിയുമ്പോൾ അവന്റെ ജീവിതത്തെ ദൈവം ഹോറബ് മലയിലേക്ക് നയിച്ചു എന്നാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ദൈവത്തിന്റെ മലയായ ഹോറബിൽ അവിടെ എത്തിച്ചേരുമ്പോ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ ഒരു പ്രസാദം അവനവിടെ കിട്ടുകയാണ്. ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ അവനെ കിട്ടുകയാണ്. അവന്റെ ജീവിതം അത് മുഴുവനും പറയാനായിട്ടല്ല ഇന്നത് പറയുന്നത്. മോശയുടെ കർത്താവ് പറഞ്ഞു, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, എന്തെന്നാൽ നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് സാധിച്ചു തരും. അപ്പോൾ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ വിധത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നിയമങ്ങളിൽ മാത്രമല്ല, ഫോർമുലാസിൽ മാത്രമല്ല, എക്സ്പീരിയൻസിൽ മാത്രമല്ല ദൈവപ്രീതി, മറിച്ച് പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് എന്നിൽ പരിശുദ്ധാത്മാവ് ഇഷ്ടത്തോടെ വന്ന് നിറയുക. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇഷ്ടത്തോടെ വന്ന് നിറയുക. എനിക്ക് നിങ്ങൾ ഒരുപാട് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഈശോയെ കുറിച്ച് പിതാവ് പറയും, ഇവൻ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രീതി നേടിയ ആ നിമിഷം പരിശുദ്ധാത്മാവ് വരണേ എന്നോ പരിശുദ്ധം വരുന്നെന്നോ പിതാവ് പറഞ്ഞില്ല. ആത്മാവ് യഥേഷ്ടം ഈശോയിൽ വന്ന് ആവസിക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ കൂട്ടായ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോനോട് പറഞ്ഞത് അതാണ്. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവേ, നീ ഇഷ്ടത്തോടെ എന്നിൽ വന്ന് ആവസിക്കുവാൻ തക്ക വിധത്തിൽ ദൈവപ്രീതിയുടെ ഒരു ജീവിതം നയിക്കാൻ നീ എന്നെ ഒരുക്കണേ. അതിനാണ് നമ്മളിപ്പോ ഒരുങ്ങി പ്രാർത്ഥിക്കുക. എങ്ങനെ എനിക്ക് ദൈവത്തിന്റെ പ്രീതി നേടാനായിട്ട് പറ്റും? എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫോർമുലാസിലല്ല, എക്സ്പീരിയൻസിലല്ല, അല്ലെങ്കിൽ റൂളുകളിൽ, നിയമങ്ങളിലല്ല എങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? അതാണ് നമ്മളോട് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്ന ഒരു പുതിയ മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ മൈൻഡ്, ഒരു പുതിയ മനസ്സ് നമുക്കുണ്ടാണ്. അതാണ് 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കാണാം. നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് പോകാം. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ വായിക്കുകയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, എന്നിട്ട് ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. അടുത്ത വചനം, ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അതാണ് ഏറ്റവും. അപ്പൊ എങ്ങനെയാണ് ഞാൻ ദൈവപ്രീതി നേടേണ്ടത്? അവിടെ ഒറ്റ ഉത്തരം അതിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവണതകളെ ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല, എൻ്റെ ശരീര സുഖങ്ങൾ, എൻ്റെ ശരീരത്തിന്റെ ഇഷ്ടങ്ങള്, എനിക്കിഷ്ടമുള്ള എൻ്റെ ഈ ജഡം എന്നോട് തോന്നിപ്പിക്കുന്ന, എൻ്റെ കണ്ണുകൾ എനിക്ക് ചെയ്യാനും കാണാനും പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എന്നോട് എന്തൊക്കെ പറയുന്നുണ്ടോ അങ്ങനെ ഒരു മനസ്സാണ് ഇപ്പൊ എനിക്കുള്ളത്. അങ്ങനെ ഒരു മനസ്സ് എനിക്കിപ്പോൾ ഉള്ളത്. ആൻമേലെ നീ അത് ചെയ്യാൻ നിനക്ക് കുറച്ചുകൂടെ സുഖം കിട്ടും, നീ അത് ചെയ്യാൻ നിനക്ക് കുറച്ചുകൂടെ സന്തോഷം കിട്ടും, നീ അത് ചെയ്താൽ നിന്റെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഈ ശരീരത്തിനും കണ്ണിനും മനസ്സിനും ചിന്തയ്ക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ തിരിച്ചറിയണം, എൻ്റെ ജഡമാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പ്രീതി നേടാൻ പറ്റില്ല. ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്ന് നിറയണമെങ്കിൽ ഈ ജഡത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ നിഹനിക്കണം. ആത്മാവ് കൊണ്ട് ഞാൻ തിരിച്ചറിയണം. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോയി എനിക്ക് മുഴുവൻ സമയം ഇരുന്നാലേ എനിക്കൊരു സുഖം കിട്ടുവോളൂ എന്ന് എനിക്ക് തോന്നി ഞാൻ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ തിരിച്ചറിയുക എന്റെ ജഡമാണ് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്റെ മനസ്സിനെ ഞാൻ നവീകരിക്കണം. ഇതല്ല, കുറച്ചുകൂടി ത്യാഗത്തോടെ എന്റെ കൂടെയുള്ള ആൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടെണ്ണം തിരിച്ചു പറയണമെന്നാണ് എനിക്ക് തോന്നുക. ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഒന്നും ഉപദേശങ്ങൾ ഇഷ്ടമില്ലാത്തവരാണ്. ആർക്കും ഇഷ്ടമില്ല. എത്ര വചനം പറയും നമുക്കും നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ സ്വരം പെട്ടെന്ന് ടോൺ മാറുമോ? നമ്മൾ പോലും അറിയാതെ ടോൺ മാറിപ്പോകും. അത് നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളാണ്. എന്നാ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഇതിനെ സ്വീകരിക്കാൻ, ഇതിനെ ആത്മാവ് കൊണ്ട് നിഹനിക്കാൻ നിനക്ക് പറ്റുമ്പോഴേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തില് നമ്മുടെ ചിന്തകളല്ല, ദൈവാത്മാവിന്റെ ചിന്തകൾ. നമ്മൾ ഈ ഒരു 16 ദിവസമുള്ളൂ ഇനി പെന്തക്കോസ്തിക്ക് വേണ്ടി. 16 ദിവസം എന്റെ ചിന്തകളെ ഒന്ന് നവീകരിക്കണം. ഒരു ന്യൂ മനസ്സ് എനിക്കൊന്ന് കിട്ടാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ മനസ്സ് നീ എനിക്ക് തരണേ, ഒരു പുതിയ ഹൃദയം നീ എനിക്ക് തരണേ. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കാം, ഇതൊക്കെ എങ്ങനെ കിട്ടും? എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ് മഗ്ദലേന മറിയം. മഗ്ദലേന മറിയത്തെ സംബന്ധിച്ചിടത്തോളം ജഡത്തിന്റെ വലിയ പ്രലോഭനങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ലോക സുഖങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. എന്നാൽ അതുപോലെ തന്നെ അവൾക്ക് ഈശോയെ ഇഷ്ടമാണ്. രണ്ടും തമ്മിലുള്ള വടംവലി അവളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിന്റെ പ്രലോഭനങ്ങളെ ആത്മാവിനെ നിഹനിച്ചു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു കാര്യം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടണം. അതെന്താണെന്ന് ചോദിച്ചാൽ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഈ പാപിനിയായ സ്ത്രീ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞ് അവളിങ്ങനെ അവളുടെ പാപങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് അവനെ കണ്ണുനീരുകൊണ്ട് അവന്റെ പാദം കഴുകുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് കാണാനും പറ്റുമൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്. 7-ാം അധ്യായം 41 മുതലുള്ള വചനങ്ങളോട് ഇങ്ങനെ വായിച്ചിട്ട് ഈശോ പറയുകയാണ്, 47-ാമത്തെ വചനം, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് വരാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈശോയെ ഒരുപാട് സ്നേഹിക്കുക, ഒത്തിരി സ്നേഹിക്കുക. ദൂരെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയും സ്നേഹിക്കുക. ഇന്നലെ ഒരാൾ എന്നോട് പറയുകയാണ്, ആൻമരിയായ ഈ എന്നെ പോലൊക്കെ തന്നെയാ, പക്ഷെ ആൻമരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആൻമരിയയ്ക്ക് കുറച്ചും കൂടെ സ്നേഹമുണ്ട്. എന്നോട് ഞങ്ങൾ രണ്ട് സിസ്റ്റർമാർ ഒരുമിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുവരും. അപ്പം അവരെന്നോട് പറയാണ്, ഇതുപോലെ ആകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആൻമരിയെ ഞാൻ ഒരു വ്യത്യാസം, ഇച്ചിരി കൂടി സ്നേഹം ആൻമരിയയ്ക്ക് ഉണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മളങ്ങ് ഒന്നുമല്ല എന്നിരുന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം അതിനു വേണ്ടി നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് ഇഷ്ടമായി വന്ന് നിറഞ്ഞോളും. ഈശോ പിതാവിനെ എത്രമാത്രം സ്നേഹിച്ചോ ആ സ്നേഹത്തിന്റെ വലിയ ബഹുസ്ഫുരണമാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരവും പരിശുദ്ധാത്മാവിന്റെ ആവാസം. നമുക്കെല്ലാം ഒരു ദിവസം കൊണ്ട് നമ്മളിലെ പാപത്തെ വെട്ടിമുറിച്ച് കളയാൻ പറ്റില്ല, നമ്മളിലെ ചില ബലഹീനതകളെ എടുത്തു മാറ്റാൻ പറ്റില്ല. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. അതാണ് കർത്താവിനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ഇന്ന് ഈശോയോട് പറയുകയാണ്, ഈശോയെ, എന്റെ ജീവിതത്തെ നിന്നെ കുറെ കൂടി സ്നേഹിക്കാം. എന്തുമാത്രം എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയും സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേരുണ്ട്, അത് പല വിധത്തിൽ. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണം കുറവായി നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം ഉണ്ടാവുക എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. കർത്താവേ,
എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണേ, എന്റെ കുടുംബത്തിന് ദൈവത്തെ സ്നേഹിക്കാൻ കൃപ തരണേ, എന്റെ മക്കൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കൃപ തരണേ. ഈ സ്നേഹത്തിന്റെ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ, ഈ സ്നേഹത്തിന്റെ ആ ഒരു വലിയ ബന്ധം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ ആത്മാവ് യഥേഷ്ടം നമ്മളിൽ വന്ന് ആവസിക്കും. നമ്മൾ മല്ലു പിടിക്കണ്ട, അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. നമ്മൾ കർത്താവിന്റെ ആ കൃപ, അപ്പൊ ക്ഷമിക്കാൻ പറ്റണം നമുക്ക്. നമ്മൾ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ ഈശോയുടെ കുരിശിനോട് ചേർന്ന് ഈശോയെ ക്ഷമിക്കുന്നു കേട്ടോ, ഞാൻ അവരെ സ്നേഹിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ആത്മാവേന്ന് വരണേ എന്ന് പറയണ്ട. യഥേഷ്ടം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് ആവസിക്കുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ തലം നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ മനസ്സ് അങ്ങനെയാണ്. അങ്ങനെ എന്റെ മനസ്സിനെ എനിക്ക് രൂപപ്പെടുത്താൻ പറ്റണം. മനസ്സ് നിറയെ സ്നേഹം ഉണ്ടാവണം. ഈശോയുടെ മനസ്സ് നിറയെ സ്നേഹം ഉണ്ടാകുന്ന ഒരു തലം. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ വീണ്ടും അത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഈ നവീകരണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. എങ്ങനെയാണ് പുതിയ മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടത്? ക്രിസ്തുവിൽ പുതിയ ജീവിതത്തെക്കുറിച്ച്, ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിന്റെ പുതിയ തലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ മുഴുവൻ നമ്മൾ അതാണ് കാണുന്നത്. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. കർത്താവിന്റെ വചനമാണ്. ഈ മനസ്സിനെ നവീകരിക്കുക, ഈ മനസ്സിനെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. അസ്വസ്ഥപ്പെടുന്ന, ഡിസ്റ്റർബഡ് ആകുന്ന, ഇഷ്ടങ്ങൾ മാത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്തൊരു മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഇന്ന് ഈ പന്തക്കുസ്തിക്കൊക്കെ വേണ്ടി ഒരുങ്ങുമ്പോ, ഈ ആദ്യവെള്ളിയാഴ്ച ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ എന്റെ ഹൃദയം നിറയെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെ ഹൃദയം നിറച്ച് നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ, എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ വലിയ സ്നേഹം ഇന്ന് ഈ കൂട്ടായ്മയിൽ, ഈശോയെ സ്നേഹിക്കാൻ, ഈശോയുടെ വലിയ സ്നേഹം ഈ കൂട്ടായ്മയിൽ എല്ലാ മക്കളിലേക്കും നിറയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈശോയെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം ഉടലെടുക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കർത്താവെ ഞങ്ങൾക്കെല്ലാം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങളുടെ ഈ ദേശം മുഴുവൻ നിന്നെ സ്നേഹിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും നിന്നെ സ്നേഹിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം നിന്നെ സ്നേഹിക്കട്ടെ കർത്താവെ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ മക്കളും ഈശോയെ സ്നേഹിക്കട്ടെ കർത്താവെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. സ്തുതി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു വൈദികനോട് ഷെയർ ചെയ്തു. ഈശോ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛനുണ്ട്, എനിക്ക് നല്ല പരിചയമുള്ള ഒരു അച്ഛൻ. കർത്താവിനോട് ശരിക്കും ചെറുപ്പത്തിന്റെ എല്ലാ മേഖലകളിലും ആയിരിക്കുമ്പോഴും അച്ഛൻ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ കാണാനായിട്ട് 2 അതിഥികൾ ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അച്ഛൻ ഓർത്ത് ഇവരെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം. UK തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ പുറത്തു കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഈശോയെ കുറിച്ചാണ്, കാരണം അവർ രണ്ടും വന്ന് ഈശോയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ അവിടെ ഒരു ബാറ് പോണത്തെ സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഓർഡർ ചെയ്യാൻ ചെന്നിക്കുമ്പോൾ അവിടെ കുറെ ഈശോയുടെ രൂപങ്ങളൊക്കെ അതിന്റെ പുറകിൽ, പണ്ടങ്കോ പള്ളിയോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു, ഈശോയുടെ രൂപങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ഈശോയുടെ രൂപങ്ങള്, കുരിശ്, ബൈബിളെല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, ഈ ഹോട്ടലിന്റെ ഉടമ അവിടെ നിൽപ്പുണ്ട്, അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വൈദികനാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ എല്ലാം പരിചയപ്പെടുത്തി. എന്നിട്ട് കൂടെ വന്ന 2 പേര് നന്നായിട്ട് പാട്ട് പാടുന്നവരാണ്. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇവര് പാട്ടുകാരാണ്, ഞാനിങ്ങനെ ഇന്ന പള്ളിയിലെ ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ ആ മനുഷ്യൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ മലയാളം ഭാഷയിൽ ഈ പിയാനോ യൂസ് ചെയ്തുകൊണ്ട് ഒരു 3-4 വർഷിപ്പ് സോങ് അങ്ങ് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഏതാ വൈകുന്നേരം നല്ല തിരക്കുള്ള സമയം, പബ്ബിൽ നിറച്ച ആളുകൾ വരുന്ന സമയത്ത് ഈ അച്ഛൻ പറയുകയാണ്, സിസ്റ്ററെ, ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് നമ്മുടെ മലയാളം ഈശോയെ പ്രേസ് ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ മുഴുവൻ ഞങ്ങൾ അങ്ങ് പാടി. ഒരു ഇംഗ്ലീഷ് പാട്ടും 3 മലയാളം പാട്ടും ഞങ്ങൾ പാടി. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ഈശോയെ സ്നേഹിച്ച് അവിടെ നിന്ന് പ്രേസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരിലേക്കും ദൈവസ്നേഹം നിറഞ്ഞു. ആ ഓണർ വന്നിട്ട് പറയുകയാണ്, എല്ലാവർക്കും നിറഞ്ഞ ഹാപ്പിയായി, എല്ലാവരും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഒരു 150 പൗണ്ടിന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു. അവസാനം ഈ മനുഷ്യൻ പറയുകയാണ്,
1 രൂപ പോലും നിങ്ങൾ തരണ്ട. ഇന്ന് വന്ന എല്ലാ കസ്റ്റമേഴ്സും റിയലി ഹാപ്പി. അതുകൊണ്ട് നിങ്ങൾ ഫുഡിന് ഭക്ഷണം പോലും തരണ്ട, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം നിറച്ച് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ചെല്ലുന്നിടത്ത് ഈശോയുടെ സ്നേഹം നിറയും. പക്ഷേ എന്റെ ഭർത്താവ് ഈശോയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്റെ മക്കൾ ഈശോയെ സ്നേഹിക്കുന്നില്ലോ എന്ന് നിങ്ങൾ കരയണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയെ ഞാൻ നിന്നെ അവരെക്കാൾ അധികമായി സ്നേഹിക്കുകയാണ്, എന്റെ സ്നേഹം പോലെ അവരും നിന്നെ സ്നേഹിക്കാൻ ഒരു കൃപ കൊടുക്കണേ. മറ്റൊന്നും പ്രാർത്ഥിക്കണ്ട, മറ്റൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഈശോയെ ഈ ഒരു മനസ്സ് നിറച്ച് സ്നേഹം കിട്ടാനുള്ള, ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു പുതിയ മനസ്സ്, ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന ഒരു മനസ്സ്. അതാണ് ആത്മാവിനെ, ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനെ നിഗമിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രലോഭനം വരുമ്പോൾ ഓടിപ്പോയി ബൈബിള് വായിക്കുക എന്നതിനപ്പുറത്ത് അതൊക്കെ ചെയ്യണം. അതിനൊക്കെ അപ്പുറത്ത് ഹൃദയം നിറച്ച് ദൈവസ്നേഹം വരുമ്പോ ഈ തിന്മയുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ഈശോ നമുക്ക് തരും. നമ്മുടെ ജീവിതത്തെ ഒരാളോട് ക്ഷമിക്കാനുള്ള കൃപ ഈശോ നമുക്ക് തരും. അപ്പൊ നമ്മുടെ ഹൃദയം നിറച്ച് ദൈവസ്നേഹം നിറയാനായിട്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു പുതിയ നേച്ചർ, അതായത് എനിക്കൊരു പുതിയ രീതി അല്ലെങ്കിൽ ഒരു പുതിയ ആറ്റിറ്റ്യൂഡ്, ഒരു പുതിയ തലം എന്റെ ജീവിതത്തിലുണ്ടാണ്. അതാണ് പൗലോസ് പറയുന്നത് 9 തൊട്ട് 11 വരെയുള്ള വചനങ്ങൾ. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വചനങ്ങളിൽ, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. വചനം പറയാണ്. അതായത് ഈ സ്നേഹം നിറഞ്ഞ സെന്റ് അഗസ്റ്റിൻ, വലിയ പാപിയായ സെന്റ് അഗസ്റ്റിൻ, അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം പറയും, സ്നേഹിച്ചു കൊള്ളുക, പിന്നെ എന്തും ചെയ്യാം. അത് പറയുന്നതാണ്. നീ ദൈവത്തെ സ്നേഹിച്ചു കൊള്ളുക, പിന്നെ എന്തും ചെയ്യാം. അപ്പൊ ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവസ്നേഹം മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. ഇവിടെ 9-ാമത്തെ വചനം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. എന്നിട്ട് അടുത്ത വചനമാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അതായത് ദൈവസ്നേഹം നിറയാത്തൊരു തലം ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയ്ക്കുള്ളവരല്ല. ക്രിസ്ത്യാനി എന്ന പേര് മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ ഹൃദയം നിറച്ച് ഈശോ ഉള്ള സ്നേഹം നിറയുക. എന്തെന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. എന്റെ ശരീരത്തിൽ ഒരുപാട് കുറവുകളും പാപത്തിന്റെ ചായ്ച്ചലുകളും ബലഹീനതകളും ഉള്ളവനായിരിക്കാം ഞാൻ. എന്നാൽ എന്റെ ഉള്ളിൽ ഈശോയുടെ വലിയ സ്നേഹം നിറയുമ്പോ ആത്മാവിന് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കുമ്പോ വചനം പറയുകയാണ്, ശരീരം പാപനിമിത്തം മൃതമാണെങ്കിൽ പോലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിലുള്ള ജീവിതം എന്ന് കർത്താവ് നമ്മോട് പറയുമ്പോ, ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ കുറിച്ചാണ്. ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു തലം. ഈശോ നീ എന്റെ രക്ഷകനാകുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് നിറയുകയാണ്. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ പരിശുദ്ധം നിറയുകയാണ്. കർത്താവ് അതാണ് നമ്മോട് പറയുക. യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 14:23 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ പിതാപുത്ര പരിശുദ്ധാത്മാവ് ഞങ്ങൾ അവനിൽ വന്ന് വസിക്കുകയും ചെയ്യും. തൃത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത് എന്ന് പറഞ്ഞ വലിയ പുണ്യവതിയുണ്ട്. ആ പുണ്യവതിയുടെ ഹൃദയത്തെ സ്വാധീനിച്ച വചനമാണ് യോഹന്നാൻ 14:23. ഒരിക്കലും അവൾ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിള് വായിക്കുമ്പോൾ യോഹന്നാൻ 14:23 ഇങ്ങനെ വചനം വായിക്കുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ പിതാവ് നിങ്ങളെയും സ്നേഹിക്കും. നിങ്ങൾ എന്റെ വചനം പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന്, പിതാപുത്ര പരിശുദ്ധാത്മാവ് അവന്റെ അടുത്തിൽ വന്ന് വസിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിശുദ്ധയ്ക്ക് ഈ വചനം അങ്ങ് ഹൃദയത്തിലോട്ട് കൊണ്ടു. അപ്പൊ അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ദൈവത്തെ സ്നേഹിക്കും. അവൾ അന്ന് തൊട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നിട്ട് അവള് പറഞ്ഞു, തൃത്വമേ നീ എന്നിൽ വസിക്കുക, തൃത്വമേ നീ എന്നിൽ വസിക്കുക, എന്നിൽ വന്ന് വാസമുറപ്പിക്കുക. അവളുടെ ആ പുസ്തകം, തൃത്വത്തിന്റെ വിശുദ്ധ എലിസബത്തിന്റെ പുസ്തകം വായിക്കണം. അവളിങ്ങനെ വിശുദ്ധ എലിസബത്ത് പ്രാർത്ഥിക്കണം, തൃത്വമേ പിതാപുത്ര പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണം. അങ്ങനെ അവൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അവൾ കാണുന്ന ഇങ്ങനെ തൃത്വ കൂടാരത്തിലേക്ക് ദൈവം അവളെ പ്രവേശിപ്പിക്കുകയാണ്.
ഇവിടെ പറയുകയാണ്, പിന്നെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു, പുത്രൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ല അവിടെ. ദൈവത്തിന്റെ നേച്ചർ എന്നിൽ അവതരിച്ചു എന്നാണ് അവൾ പറയുക. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അതാണ്. സ്നേഹം നിറയുമ്പോ ദൈവം നമ്മളിൽ വന്ന് വസിച്ചോളും. നമ്മൾ വന്ന് വരണേ വരണേ എന്നല്ല പ്രാർത്ഥിക്കണ്ടേ, സ്നേഹിക്കുക, വന്ന് നിറഞ്ഞോളും, വന്ന് വസിച്ചോളും. ആ ഒരു നേച്ചർ, ആ ഒരു തലം നമുക്ക് കർത്താവ്, അതായത് ഹോളി സ്പിരിറ്റ് ഹിംസെൽഫ് മൂവ്സ് ഇൻ ടു യു എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാ തന്നെ വന്ന് നിന്നിൽ ആവസിക്കും. എനിക്കത് ഒരുപാട് എന്നെ സ്വാധീനിച്ചൊരു വചനമാണ്. നിന്നിലേക്ക് ആത്മാവ് തന്നെ വന്ന് വസിക്കും. പക്ഷെ നീ നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുക. നമ്മൾ ഈ ദിവസങ്ങൾ ഇനിയിപ്പോ ഒത്തിരി ഓൺലൈൻ ധ്യാനങ്ങളെല്ലാം വരാൻ പോവാണ്. 10 ദിവസത്തെ ഒരുക്കം, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ധ്യാനങ്ങൾ, താമസിച്ചുള്ള ധ്യാനം, ഓൺലൈൻ ധ്യാനങ്ങൾ, വചനം പറഞ്ഞുള്ള ധ്യാനം, നൊവേന ചൊല്ലി പ്രാർത്ഥനകളെല്ലാം നടക്കാൻ പോവാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. സ്നേഹിക്കുക. ആത്മാവ് നമ്മൾ വന്ന് വസിക്കുന്ന ഒരു തലത്തോളം ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവ സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തുക. നമ്മുടെ മനസ്സിനെ നവീകരിക്കുക. ദൈവ സ്നേഹം കൊണ്ട് നിറച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായും നമുക്ക് ആ ഒരു തലത്തിലെത്താൻ പറ്റും. വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മോട് പറയാണ്, ഒരു പുതിയ ഐഡന്റിറ്റി, പുതിയൊരു വ്യക്തിത്വം നമ്മളിലേക്ക് സ്വർഗം തരും. അതാണ് 14-ാം അധ്യായം 14 തൊട്ട് 17 വരെ വചനങ്ങൾ, 8-ാം അധ്യായം 14 തൊട്ട് 17 വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാർ. പുതിയൊരു ഐഡന്റിറ്റി, അതായത് നമുക്ക് ദൈവത്തിന്റെ ആ ഒരു പുതിയൊരു വ്യക്തിത്വം ദൈവം നമുക്ക് തരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ രൂപപ്പെടുത്തി ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. ആത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് ഒരു പുതിയ അഭിഷേക ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പുതിയൊരു ഐഡന്റിറ്റി നമുക്ക് കിട്ടുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോൾ ഐഡന്റിറ്റിയെ കുറിച്ചാണ് പറയുക. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവ് എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. നമ്മൾ ഈ വചനത്തോടെ കടന്നു പോകുമ്പോൾ സൺസ് ഓഫ് ഗോഡ്, സൺസ് ഓഫ് ഗോഡ് എന്ന് കാണാൻ പറ്റും, ഗോഡ്സ് ചിൽഡ്രൻ എന്ന് കാണും. രണ്ട് കാര്യങ്ങൾ കാണും. അതായത് ദൈവത്തിന്റെ പുത്രന്മാരെന്നും ദൈവത്തിന്റെ പുത്രന്മാർ. ഇപ്പൊ രണ്ട് രീതി പൗലോസ്ലീഹ അതിനെ വെച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. എന്നാൽ ഗോഡ്സ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഔദാര്യം, ഒരു പ്രിവിലേജ് സ്വർഗം നമുക്ക് തരികയാണ്, അപ്പ എന്ന് വിളിക്കാനായിട്ട്. ഞാൻ ഇത് ഒരു വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഈ റോമാക്കാർക്ക് ഒത്തിരി ആ സമയത്ത് ഒരുപാട് ഞാൻ ബൈബിൾ വായിക്കുന്നു, ഒരുപാട് ബൈബിൾ വായിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലേഖനമാണ് റോമാക്കാർക്ക് ലേഖനം. അത് എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല, അതുപോലെ വായിക്കും. 8-ാമത്തെ അധ്യായം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ആബാ പിതാവ് എന്ന് വിളിക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ ധ്യാനത്തിൽ ഒരു അച്ഛൻ പറയാണ്, നിങ്ങൾ ആബാ പിതാവ് എന്ന് വിളിച്ചു നോക്കും. അപ്പൊ എനിക്കതൊരു ഇഷ്ടപ്പെടുന്നില്ല. യേശുവേ യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി എന്ന് പറയുന്നത് ഞാൻ ആബാ പിതാവെ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാനത് ഈ അച്ഛന് ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് എന്റെ മനസ്സിലോട്ട് പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞപ്പോ ഞാൻ പോലും അറിയാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ഉള്ളിൽ നിന്ന് അപ്പാ അപ്പാ എന്നൊരു വിളി വരുന്നത് ഞാൻ കാണുകയാണ്. നിങ്ങൾ എന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ പോലും അറിയാതെ എന്റെ ഒരുപാട് പ്രൈസ് ആൻഡ് വർഷിപ്പുകൾ അപ്പാ എന്ന് വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ റീവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ മക്കളെന്നുള്ള ആ ഒരു ഫീലിംഗ് ആത്മാവ് നമുക്ക് തരികയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് ഒന്ന് വസിച്ചു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈശോയെ, പിതാവിനെ അപ്പാ എന്ന് വിളിക്കുന്ന ആ ഒരു കൂട്ടായ്മ, ഐഡന്റിറ്റി സ്വർഗം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രിവിലേജ് ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ മറ്റു പലതിനും വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ്. ഈ പെന്തക്കോസ്താ ദിനത്തില് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണം, വിസ കിട്ടണം, ജോലി കിട്ടണം, എല്ലാം നമുക്ക് വേണം. പക്ഷെ അതിനപ്പുറത്ത് ഞാനാകുന്ന വ്യക്തിത്വത്തിന്റെ ഒരു നവീകരണം, ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു ന്യൂ ക്രിയേഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, സഭയെ വീണ്ടും ഉണർത്തണേ കർത്താവേ, എന്റെ കുടുംബത്തെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ, എനിക്കൊരു പുതിയ ഐഡന്റിറ്റി തരണേ കർത്താവേ, സ്വർഗത്തിന്റെ മക്കൾ എന്നുള്ള അപ്പാ എന്ന് വിളിക്കുന്ന ഒരു കൃപയുടെ തലത്തിലേക്ക് എന്നെ മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ഒരു അഭിഷേകം നമുക്ക് നിറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ടെൻഷൻ, ഒരുപാട് വേദനകള്, വലിയ സ്ട്രഗിളുകൾ വരും. പക്ഷെ നമുക്കൊരു
ഭാരം തോന്നിയാൽ, ഇത് നമ്മൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോ അത് ഏറ്റെടുക്കും എന്ന് ഒരു തോന്നല് നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു തോന്നല് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവ് നിറഞ്ഞു വസിക്കുമ്പോഴാണ് ഒരു ശാന്തതയും ഒരു സ്വസ്ഥതയും ഒരു കൃപയും ഒക്കെ നമുക്ക് വരും. ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉത്തരവില്ല, ഒന്നിനും തന്നെ ഉത്തരം പറയാനായിട്ടില്ല. ജസ്റ്റ് ലിസൺ, അത്രയും മാത്രമേ ഇപ്പൊ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ആർക്കും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന അനേകം ജീവിതങ്ങള് ഈ കൂട്ടായ്മയിലും ഒക്കെയുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവെ, മാറ്റുടു, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞതാ, ഞാൻ എന്നാ ചെയ്യണ്ടേ, നീ എനിക്കൊന്ന് പറഞ്ഞു തന്നേ പരിശുദ്ധാത്മാവേ. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ ഭയത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക, പേടി എടുത്തു മാറ്റും. ഒരു പുതിയ ഐഡന്റിറ്റി പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്, ഒരു ഫ്രീഡം തരുവാണ്. ഭയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. അത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ദാനമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ്, ഇപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് ജഡം ഒന്നുമല്ലെന്നും സ്വർഗം ഒത്തിരി വലുതാണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന സമയം. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും, ലോകത്തോട്ട് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ജഡമാണ് വലുത്, ശരീരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന വിധത്തിലാണ് എല്ലാ മീഡിയാസും എല്ലാ വ്യക്തികളും സംസാരിച്ചു തുടങ്ങും. നമുക്കറിയാം, ഒരു ജീവന് കുഞ്ഞു വീഡിയോ എടുത്താൽ പോലും അതിനകത്ത് 100,000 കോസ്മെറ്റിക്സിന്റെ പരസ്യങ്ങളാണ്. അതായത് ശരീരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശരീരത്തെ ഉയർത്തി കാട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ആയിരിക്കും. ഇന്ന് ലോകത്തിലായിരിക്കുന്ന കുറെ അധികം ആളുകളുടെയും കൺമുൻപിൽ ശരീരം ഒത്തിരി വലുതാണ്. എന്നാൽ ആത്മാവ്, സ്വർഗത്തിന്റെ കൃപ ഇത് വലുതായിട്ട് തോന്നുന്നില്ല. ഇതിന് കാരണം ആത്മാവിൽ നിറയാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോ ലോകത്തിന്റെ ശൂന്യത നമുക്ക് മനസ്സിലാകും. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒത്തിരി ആഗ്രഹത്തോടെ എന്നെ വിളിക്കുകയാണ്, സിസ്റ്ററെ, എനിക്ക് മടത്തിച്ചേരണം, എനിക്ക് ഈശോയെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എടി നീ ഇപ്പൊ പഠിക്കുവല്ലേ, അതൊന്നും പറ്റിയല്ല സിസ്റ്ററെ, ഇനി 1 മിനിറ്റ് താമസിക്കാൻ പറ്റിയല്ല, എത്രയും പെട്ടെന്ന് സന്യാസത്തിൽ ചേർന്ന് നാളെ വരാൻ പറ്റുമോ, ഞാൻ നാളെ വന്ന് മടത്തി ചേർന്നോട്ടെ. എന്നോട് ചോദിക്കുക, എനിക്ക് എൻ്റെ ഈശോയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എന്നിട്ട് ആ പെൺകുട്ടി പറയുകയാണ്, സിസ്റ്ററെ, എൻ്റെ കഴിഞ്ഞ നാളുകള് ഈശോയെ കാണാത്ത നാളായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ ഈശോ എന്നെ തപ്പി തേടി വന്ന് കണ്ടുപിടിച്ച് എൻ്റെ ജീവിതത്തോട് ചേർന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് 23 വയസ്സുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ച് പോയ ഈശോ വീണ്ടും എവിടുന്നോ എൻ്റെ ജീവിതത്തോട് കടന്നു വന്നു. ഇനി എനിക്ക് എൻ്റെ ഈശോയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് സന്യാസത്തിലോട്ട് പ്രവേശിക്കണം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നെ ഇന്നലെ വിളിച്ച് കരയുകയാണ്. എവിടെ? ഈ ലോക രാജ്യത്ത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഈ ലോകത്ത് സുഖ സൗകര്യങ്ങളോട് ജീവിച്ച ഒരു പെൺകുട്ടി പറയുകയാണ്, ഈശോയെ വേണ്ടെന്ന് പറഞ്ഞു പോയ ആളാണ്. ആ മകളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ വന്ന് ആവസിച്ചു. അതുപോലൊരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ വന്ന് ആവസിക്കുമാറ് നമ്മുടെ മനസ്സിനെ ഒന്ന് നവീകരിക്കുക, നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുക. പിരിയാൻ പറ്റില്ല കർത്താവേ, നീ തരുന്ന ഈ കൃപയിൽ നിന്ന് ഇനി എനിക്ക് പോകാൻ പറ്റില്ല. നീ ചേർന്നിരിക്കുന്ന ഈ തലത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. എൻ്റെ മക്കൾക്കും ഈ ലോകമല്ല വലുത്, ദൈവമാണ് വലുത്, സ്വർഗമാണ് വലുത്, ആത്മാവാണ് വലുതെന്നൊരു ബോധ്യത്തിലേക്ക് നീ കൊണ്ടുവരണേ എന്നുള്ളുരുകി പ്രാർത്ഥിക്കണം. അതാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഈ ലോകത്തിൽ ഇന്ന് ദൈവത്തിന് സ്ഥാനം കുറഞ്ഞിരിക്കുകയാണ്. ദൈവ സ്നേഹത്തിന്റെ സ്ഥാനം കുറഞ്ഞു. ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ, ശരീരത്തിന്റെ പ്രലോഭനങ്ങളുടെ വലിയ വടംവലിയിലാണ് ഇന്ന് ലോകം. എന്ത് സുഖം എനിക്ക് കിട്ടും, എന്ത് സന്തോഷം എനിക്ക് കിട്ടും, അതുമാത്രം ചിന്തിക്കുന്ന ഒരു തലത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, ന്യൂ ക്രിയേഷൻ ഇന്ന് ഈ ലോകത്ത്, ഈ രാജ്യത്ത്, എൻ്റെ കുടുംബത്തില്, എന്നില് നീ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഒരുങ്ങി ഒത്തിരി ത്യാഗങ്ങളും നൊവേനകളും ഒക്കെ ചൊല്ലുന്നുണ്ടാകും. 50 ദിവസത്തെ പ്രാർത്ഥനയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളിൽ പലരും. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരം നിന്നെ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സ് നിന്നെ ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സും ശരീരവും നിന്നെ ആഗ്രഹിക്കുമാറ് അത്രമാത്രം ഒരു കൃപ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മുടെ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് യെസ് എന്ന് പറയണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചിലപ്പോ ചില മേഖലകൾ ആവശ്യപ്പെടും, 1 മൈലല്ല 2 മൈൽ ഓടാൻ.
ആ 2 മൈലും സ്നേഹത്തോടെ ഓടണം. അവിടെ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും. കർത്താവ് ചിലപ്പോൾ നമ്മളോട് പറയും, നിന്റെ ശരീരം ഒന്ന് വിശുദ്ധീകരിച്ചേ, നിന്റെ ശരീരത്തിൽ പേഴ്സണൽ വിശുദ്ധി ഉണ്ടാവട്ടെ എന്ന് ഈശോ പറയും. ആ സമയത്ത് മോശയെ പോലെ ചെരുപ്പൂരി മാറ്റി ഓടി അവന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ഒരു വിശുദ്ധീകരണം ഉണ്ടാകണം. ഒരു ഡിസിപ്ലിൻ ലൈഫ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാൻ തുടങ്ങും. നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തില് ഈ വിശ്വാസത്തിന്റെ തല മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റണം. സത്യം മാത്രം സംസാരിക്കാൻ പറ്റണം. അപ്പോഴൊക്കെ ആത്മാവിന്റെ ജീവിതം നമ്മളിലേക്ക് ഉണ്ടാവുകയാണ്. ആത്മാവ് തന്നെ വന്ന് ആവസിക്കും. എത്ര നേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചു പാടി ആത്മാവ് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് സ്നേഹിച്ചുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുകയാണ്. നസ്രത്തിലെ കന്യകയുടെ അടുക്കലേക്ക് ആത്മാവ് വന്ന് നിറഞ്ഞത് അവൾ തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തോടെ നോക്കിക്കണ്ട് ചെയ്തപ്പോ ഈശോയുടെ ആത്മാവ് വന്ന് അവളിൽ വന്ന് അധികാരത്തോടെ ആവസിച്ചു. നമുക്കും പ്രാർത്ഥിക്കണം ഈ പെന്തക്കുസ്താ ദിനത്തില്, എന്റെ പരിശുദ്ധാത്മാവേ, ഈ പൂർവ്വ അധികാരത്തോടെ, ഇഷ്ടമുള്ള അധികാരത്തോടെ ഈ എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക് വന്ന് നിറയണേ. ഈ ഒരു വലിയ കൃപ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കൾക്കെല്ലാം കിട്ടട്ടെ. നമുക്ക് പുതിയ ക്രിയേഷനായി മാറണം. പുതിയ മനസ്സും പുതിയ വ്യക്തിത്വവും പുതിയ ഒരു നേച്ചറും ഒക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മനസ്സ് നിറച്ച് ദൈവസ്നേഹം, നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം ഈശോയെ സ്നേഹിക്കുന്ന ഒരു കൃപയുടെ തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കും. കർത്താവെ, ഇന്ന് ഈ ആരാധനയുടെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ വലിയ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ആത്മാവിന്റെ വലിയ ഇടപെടൽ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങൾ വന്ന് ആവസിക്കാൻ ഈ ആരാധന മണിക്കൂറിൽ വലിയ നിറവോടെ ആയിരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് ശിരസ് നമിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കുട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കും. നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് അവനെ സമീപിച്ചവര്, അവനെ തൊട്ടവര്, അവന്റെ സമീപത്തേക്ക് ഓടി വന്നവര്, അകലെ നിന്ന് നോക്കിക്കണ്ടവരെ പോലും തള്ളിക്കളയാത്ത ദിവ്യനാഥനാണ് ഇവിടെ ആയിരിക്കും. ഈശോ പറഞ്ഞില്ലേ, എന്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. നീ നിന്റെ മനസ്സിനോട് പറ, അടുത്തേക്ക് വിളിച്ചിരിക്കുന്ന ഈശോ നിന്നെ തള്ളിക്കളയില്ല. ഓരോരുത്തരും എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും മനസ്സിലോട്ട് എടുത്തു വെച്ച് ഈശോയുടെ മുൻപിലായിരുന്നു കൊണ്ട് നിന്റെ മനസ്സിനോട് നീ പറയണം, ഈശോ നിന്നെ അടുത്തേക്ക് വിളിച്ചിരിക്കുക. ഈശോ നിന്റെ ജീവിതത്തെ നോക്കിക്കാണാൻ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്, തള്ളിക്കളയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശന്ന് വലഞ്ഞ ജനസമൂഹം, വചനം കേട്ട് വിശന്ന് വലഞ്ഞ സമൂഹത്തെ വെറും കൈയോടെ പറഞ്ഞയക്കാതെ അവരുടെ ജീവിതത്തെ നോക്കിക്കണ്ട് അപ്പമെടുത്ത് വാറ്റി മുറിച്ച് അനേകർക്ക് വിളമ്പിയ ദിവ്യനാഥൻ ഇതാ നിന്റെ മുൻപിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനിരിക്കുന്ന ഈശോ ശിഷ്യന്മാര് പോയി കഴിഞ്ഞതാ വെള്ളത്തിന് മുകളിലൂടെ ശിഷ്യരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കാരണം വഞ്ചി തുഴഞ്ഞ് മടുത്തിരിക്കുന്നവർ, അവരെ കണ്ട് തിരമാലകൾ അഞ്ഞടിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇതാ ഈശോ കടന്നു ചെല്ലുക വെള്ളത്തിന് മീതിലൂടെ. പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു ഈശോയാണ് ഞാനിന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ നോക്കിക്കാണുന്ന ഒരു കർത്താവ് നീ വിശ്വസിക്കും. എന്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന കർത്താവ്, ഞാൻ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന, വ്യക്തിപരമായി നിന്നെ നോക്കിക്കാണുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ മുഴുവനോടെ ചേർത്ത് വെക്ക്. വലിയ കുഴിയിലായിരിക്കാം ഒരു പക്ഷെ നീ, ഭയത്തിന് നടുവിലായിരിക്കാം നീ, പരീക്ഷ എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും നീ, ചിലപ്പോൾ കുടുംബത്തിനെ തകർച്ച കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും, ജീവിതഭാരം കൊണ്ട് നീ തകർന്നു പോകുന്ന അവസ്ഥയിലായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, കർത്താവെ ജോലിയില്ലാത്ത അവസ്ഥയിലായിരിക്കാം, എല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു
സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ അടുത്ത് ഹല്ലേലൂയ വിളിച്ചിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ ഈശോ അടുത്ത് ഹല്ലേലൂയ വിളിച്ചിരിക്കുന്ന ഹല്ലേലൂയ സമയമാണ്. ഹല്ലേലൂയ ഹാല 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 ഹല്ലേലൂയ ഹാല ഹാല ഹല്ലേലൂയ ഹാലലുയ. ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ കർത്താവ് എല്ലാ ഹല്ലേലൂയ കണ്ണുനീരുകളെ, എല്ലാ ഹല്ലേലൂയ വേദനകളും, ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ ഭാരങ്ങളും ഹല്ലേലൂയ ഈശോയെ നിന്റെ ഹല്ലേലൂയ കരങ്ങളിലേക്ക് ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ കാണുന്നതല്ലേ ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം അറിയുന്ന ഹല്ലേലൂയ എന്റെ പൊന്നു ഹല്ലേലൂയ തമ്പുരാനെ, നിന്റെ വലിയ ഹല്ലേലൂയ കരുണയിലേക്ക് ഈ മക്കളെ ഹല്ലേലൂയ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശുറബറ ബറ 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 ബറ. ആരാധന 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 ആരാധന. കർത്താവെ നിന്റെ വലിയ കരുണ ഒഴുകി എത്തട്ടെ കർത്താവെ. നിന്റെ വലിയ കരുതൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ വലിയ പ്രസൻസ് നിറയട്ടെ. ഈശോയുടെ വലിയ പ്രസൻസ് നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ. ഈശോയുടെ വലിയ കൃപ നിറയട്ടെ. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യ നാഥ കർത്താവെ കർത്താവെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് നിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. കരങ്ങൾ കൊട്ടിപ്പിടിച്ച് ദിവ്യകാലത്തിലേക്ക് ഉറ്റുനോക്കി എല്ലാ വേദനകളെയും ഭാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ഒന്ന് പാടി ആരാധിച്ച് എല്ലാ മക്കളും വലിയ സ്നേഹത്തോടെ ഈശോയെ പാടി ആരാധിക്കട്ടെ. നമ്മുടെ നാഥനെ അൾത്താരയില് നമ്മളോട് ചേർന്നിരിക്കുകയാണ്, നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈശോയോടെ എല്ലാ മാലാഖമാരോടും ചേർന്ന് എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ ഈശോയെ ഒന്ന് സ്തുതിച്ചേ മക്കളെ. സ്നേഹത്തോടെ അൾത്താരയിലേക്ക് ഉറ്റുനോക്കി ഈ ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്, എല്ലാം സാധ്യമാക്കുന്ന കർത്താവ്, എല്ലാ ശക്തിയും ഉറവിടവും അവിടുന്ന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആനന്ദവും സുരക്ഷിതത്വം അവിടുത്തെ കൈകളിൽ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അടയാളങ്ങളെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഏറ്റുപറഞ്ഞ് സ്തുതിച്ചേ കർത്താവേ. നീ മാത്രമാണ് സർവശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ മക്കൾ തങ്ങളുടെ നിസ്സഹായത ഉയർത്തി വെച്ച് കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് സാധ്യമല്ല കർത്താവെ, നിനക്കെല്ലാം സാധ്യമാണ് കർത്താവെ. ഞങ്ങൾക്ക് സാധ്യമല്ല ഈശോയെ, നിനക്ക് സാധ്യമാണെന്ന് വിശ്വസിക്കുക. മക്കളെല്ലാം പറയട്ടെ. ജോലിയില്ലാത്ത അവസ്ഥ, മക്കളില്ലാത്ത ദമ്പതികളെ, കുട്ടികൾ കൂടാത്ത അനേകം കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, സമാധാനക്കേടിന്റെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട്, എക്സാം റിസൾട്ടിനെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പറ കർത്താവെ ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവെ, നിനക്ക് സാധിക്കും, നിനക്ക് സാധിക്കും ഈശോയെ. ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവെ, നിനക്ക് സാധിക്കും. ഞങ്ങളുടെ ബലഹീനതകളെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളും നിങ്ങളുടെ ബലഹീനതകളെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ്, കഴിവുകേടുകളെ ഏറ്റുപറഞ്ഞ്, കഴിവുള്ളവന്റെ മക്കളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, സാധ്യതകൾ മാത്രമുള്ള കർത്താവിന്റെ മക്കളിലേക്ക്, വിവാഹം നടക്കാത്ത ജീവിതങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ജോലിയില്ലാത്ത കുടുംബങ്ങള്, പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ കുടുംബങ്ങള്, ഞങ്ങളുടെ നിസ്സഹായതയെ സമർപ്പിച്ചുകൊണ്ട്, വിസ തടസ്സങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, PR കിട്ടാത്ത അവസ്ഥ, ഗ്രീൻ കാർഡ് കിട്ടാത്ത അവസ്ഥ, കർത്താവെ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട്, തീരുമാനങ്ങൾ തെറ്റിപ്പോയ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി ആരാധന 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 ആരാധന. ഈശോ ഇങ്ങനെ പറയുകയാണ്, മക്കളെ വിശ്വസിക്കണമെന്ന്. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയിൽ നിന്ന്, ഈ മല ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് സംഭവിക്കുമെന്നുള്ള വചനം എനിക്ക് കേൾക്കാൻ പറ്റുകയാണ്. വലിയ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ ദൈവശക്തിയിൽ വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. കണ്ണിന്റെ എല്ലാ കാഴ്ചക്കുറവുകളെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ദുശീലങ്ങളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. നിങ്ങൾ എന്ത് അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഈശോ പറയുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടുമെന്ന് ഈശോ പറയുന്നു. ജോലി അന്വേഷണ മേഖലയെ കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഒരു IT-കാരൻ, ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഈശോ പുതിയ ഒരു തലത്തിലേക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. വീട് പണിയ ഈശോ ബ്ലസ് ചെയ്യുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു. ഈശോ ഈ കൂട്ടായ്മയോട് ജാഗരൂകതയോടെ വ്യാപരിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. കർത്താവെ നന്ദി പറയുന്നു നന്ദി പറയുന്നു. ശരീരത്തിൽ പല ഭാഗങ്ങളിലായി ചതവുള്ള വ്യക്തിയുടെ മേല് ഈശോ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ. ബ്ലീഡിങ്, വലിയ ബ്ലീഡിങ്, രക്തം കട്ടകട്ടയായി ബ്ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ സമയത്ത് ഈശോ
സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. 3 പേർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ഒരു കുഞ്ഞ് തൊട്ടിയിൽ കിടക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്ഥല വിൽപ്പന, ഒരു തെങ്ങും തോട്ടം വിൽക്കാൻ ഇട്ടിരിക്കുന്നു. ഈശോ അതിനെ വിൽപ്പന ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. പോണ്ടിച്ചേരിയ സ്ഥലമുള്ള ഒരു മകനെ കർത്താവ് വിൽപ്പനയുടെ കാര്യത്തിൽ ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. നശിച്ചു പോയി എന്റെ ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ പ്രതീക്ഷ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സോഫിയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, നന്ദി. വലിയ പേമാരി, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു തലം കർത്താവ് കാണിച്ചു. നമുക്ക് ഈ സമയം തന്നെ അതിനെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. വലിയ ഒരു കൊടുങ്കാറ്റ്, പേമാരിയുടെ ഒരു അവസ്ഥ ഈശോ ഈ സമയത്ത് ദർശനം തരികയാണ്. ഏതെങ്കിലും മേഖലകളിൽ, ഏതെങ്കിലും ദേശത്ത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ മേഖലയെ അങ്ങ് തടഞ്ഞു നിൽക്കണേ കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, രാജ്യാന്തരങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കുരിശിന് പിന്നാലെ പോകാൻ അനേകം പേരെ ഈശോ ഈ സമയത്ത് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രദക്ഷിണം ഈശോ കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അനേകം മെസ്സേജുകള് എല്ലാ ദിവസത്തിനും അപ്പുറത്ത് എനിക്ക് തന്നോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനതകള്, നിങ്ങളുടെ നിസ്സഹായതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ പറയുകയാണ്, നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണെങ്കിൽ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ അവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പോലെ സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈശോയെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. എല്ലാ ബലഹീനതകളെയും, എല്ലാ വേദനകളെയും സമർപ്പിച്ചുകൊണ്ട് കുരിശിലേക്ക് നോക്കി സ്വരമുയർത്തി വിളിച്ച് യേശുവേ, പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. വിശ്വാസത്തിന്റെ കൃപ ഈശോ തരികയാണ്. ചോദിച്ചു പ്രാർത്ഥിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കള് ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഒരു മകനെ ഈശോ എടുത്തു കാണിച്ചു തരുന്നു. ഈശോ പരിപൂർണ്ണ സൗഖ്യ ഓപ്പറേഷനോട് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട്. നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നടക്കാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. എന്ന് പറയുന്ന മകനെ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ബിജു എന്ന് പറയുന്ന മകനെ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. സന്തോഷം എന്ന് പറയുന്ന മകനെ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ കെട്ടിൽ നിന്ന് ഒരു കുടുംബത്തെ ഈശോ വീണ്ടെടുക്കുന്നു. ജോയി എന്ന് പറയുന്ന മകനെ ഈശോ വിളിക്കുന്നു. എൽസ എന്ന് പറയുന്ന മകളെ ഈശോ വിളിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ മുറിവേറ്റ കാലം വെച്ച് ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. എല്ലാ സഹായങ്ങളും സ്വർഗ്ഗസനങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉത്തമനായ ഈശോയുടെ വലിയ പ്രസൻസ്, അനുഗ്രഹത്തിന്റെ നിറകുടം ഈശോ ഈ കൂട്ടായ്മ 269 പേർക്ക് തന്നെ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ചേ. എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ കർത്താവേ, എന്റെ പൊന്നു തമ്പുരാനെ, ചങ്കു തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവെ, സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മക്കളുടെ നൊമ്പരങ്ങളെ നിനക്ക് സമർപ്പിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ദൈവസ്നേഹം ഈശോ അനേകം മക്കൾക്ക് തന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആശ്വാസം. ഈശോ അധികം തണയുന്ന ഒരു ദർശനം തരുന്നു. അനേകരുടെ സമീപത്ത് ഈശോ വരുന്നു. ഈശോയെ, ഈശോയെ, കുടുംബജീവിതത്തിലെ സങ്കടങ്ങളെ ഏറ്റെടുക്കണേ. ഈശോയെ, ഈശോയെ, കുടുംബജീവിതത്തിലെ സങ്കടങ്ങളെ ഏറ്റെടുക്കണേ. ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് 16 ദിവസം ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് കർത്താവ് വെളിപ്പെടുത്തുന്നു. കാവൽ മാലാഖയുടെ വലിയ സംരക്ഷണം കർത്താവ് തരുന്നു.
ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ മഹത്വം, മഹത്വം, മഹത്വം. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ, എല്ലാ മക്കളും നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഞെരുക്കങ്ങൾ ഇവരെ വിടുവിക്കണം കർത്താവേ, വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. ദൈവശക്തി വെളിപ്പെടട്ടെ, ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ബലഹീനതകളിൽ നിന്നൊക്കെ ഈശോ ഇറങ്ങി വന്ന് അവരെ വീണ്ടെടുക്കുകയാണ്. നിർഭരനോട്, പാവപ്പെട്ടവരോട് അവൻ കരുണ കാണിക്കുകയാണ്. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കുന്നു. കർത്താവിന്റെ വചനമാണ്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. ആ ഈശോയുടെ സാന്നിധ്യം, പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. ഈശോ നമ്മളെ വീണ്ടെടുക്കുക. വിശ്വാസത്തോടെ ഈശോയെ കെട്ടിപ്പിടിച്ച് നിന്റെ മക്കൾ പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം ഈശോ തരുന്നു. ഈശോയെ, എന്റെ ഈശോയെ, ആരാധന, 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 ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ.
ഈ ആൾക്കാരിലേക്ക് ചേർത്ത് വെക്കുകയാണ് കർത്താവേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. യേശു എന്റെ നല്ല സമ്പത്ത്, എൻ നല്ല സാഖി ഏതു നേരത്തും. യേശു എന്റെ നല്ല സമ്പത്ത്, എൻ നല്ല സാഖി ഏതു നേരത്തും. വേറെ ഒന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. വേറെ ഒന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാ വേദനകളെയും നെടുവീർപ്പുകളെയും നമുക്ക് സമർപ്പിക്കാം. എന്നെയും നിങ്ങളെയും പൊതിഞ്ഞിരിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹം. കർത്താവേ, ഞാൻ അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നെന്ന് നമുക്കെല്ലാം ഈശോയോട് പറയാം. ഈശോ, ഞാൻ അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോയെ. എൻ്റെ ജീവിതത്തിൻ്റെ അധ്വാന ഫലങ്ങളും ഫലം കിട്ടാത്ത എല്ലാ മേഖലകളെയും നിനക്ക് സമർപ്പിക്കുന്ന ഈശോയോട് പറ. രാപകലില്ലാതെ പലതിനും വേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണ്, ഓടുകയാണ്. ചിലതൊക്കെ ഫലം കണ്ടു, ചിലതൊന്നും ഫലം കണ്ടിട്ടില്ല. ഉത്തമഗീതത്തിന്റെ പുസ്തകത്തില് 8-ാം അധ്യായം 12-ാമത്തെ വചനത്തില് മണവാട്ടി മണവാളനോട് പറയും, പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം ഞാൻ നിനക്കായി ശേഖരിച്ചിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തില് നല്ല ഫലങ്ങളുണ്ട്, കരിഞ്ഞുപോയ അവസ്ഥകളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ നന്മകളും കുറവുകളും, കുടുംബമായി അധ്വാനിച്ച് ലഭിക്കാത്തതും നേട്ടങ്ങളും ഒക്കെയുണ്ട്. മുഴുവനായ എല്ലാ മക്കളും ഈശോയുടെ അൾത്താരയിലേക്ക് വെക്കുക. ഈശോയെ, നീ ഒന്ന് നോക്കി കാണണേ കർത്താവേ. സങ്കീർത്തകനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കി കാണണേ. അങ്ങ് നട്ടുവെച്ച ഈ മുന്തിരിവള്ളിയെ ഈശോയെ നീ നോക്കി കാണണേ. എൻ്റെ കുടുംബത്തെ നീ നോക്കി കാണണേ കർത്താവേ. എൻ്റെ മക്കളിലേക്ക് നീ നോട്ടം പതിപ്പിക്കണേ കർത്താവേ. നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് ഈശോയുടെ കരുണയുള്ള നോട്ടം. ഒരുപക്ഷെ ഒരു രോഗികളായിരിക്കാം, ഒരുപക്ഷെ അവർ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളവരായിരിക്കാം, ഇഷ്ടപ്പെട്ടവരായിരിക്കില്ല, ഏറെ ബലഹീനതകളുള്ളവരായിരിക്കാം. ഈശോയെ, നിന്റെ വലിയ നോട്ടം അവരിലേക്ക് പതിപ്പിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ നമ്മുടെ പ്രത്യേക ഈ സമയത്ത് ഓർക്കുകയാണ്. ഈശോയെ, പരിശുദ്ധ അമ്മയ്ക്ക് ഔസേപ്പ് പിതാവിനുമായി കാലിത്തൊഴുത്തിൽ അങ്ങ് പിറന്നു വീണതുപോലെ ലോകം മുഴുവന് വേണ്ടി അങ്ങ് ശിശുവായി അവതരിച്ചുവെങ്കിൽ എൻ്റെ പൊന്നു കർത്താവേ, മക്കളില്ലാത്ത അനേകം ദമ്പതികള് ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തില് ഓരോ കുഞ്ഞിനെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന്
ഉള്ളു നൊന്ത് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. വിവാഹം നടക്കാത്ത അനേകം മക്കളെ കുറിച്ച് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈശോയെ. കരുണ കാണിക്കണേ. മക്കള് തെറ്റിപ്പോയതോർത്ത് കരയുന്ന മാതാപിതാക്കൾ ഈ കൂട്ടായ്മയിലുണ്ട് ഈശോയെ. രാപകലില്ലാതെ അവര് വീഴ്ത്തുന്ന ഓരോ കണ്ണുനീർ കണങ്ങളെ കണ്ട് നമുക്ക് അവരോട് കരുണ കാണിക്കണം ഈശോയെ. സാമ്പത്തികമായ വലിയ തകർച്ചയുള്ള കടന്നു പോകുന്ന മക്കളെ ഈശോയെ നിനക്ക് തരുന്നു. ഒരിക്കൽ കൂടി GCSE A ലെവൽ പരീക്ഷ എഴുതുന്ന മക്കള്, നീറ്റ് എക്സാം എഴുതുന്ന മക്കള്, 10+2 റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, OET, CBT, OSCE, IELTS, PTE പരീക്ഷകൾ, SR എക്സാം പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. കർത്താവേ, അവിടുന്ന് ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയുടെ താരയിലേക്ക് വെച്ച് എല്ലാം സാധ്യമാക്കുന്ന കർത്താവിനെ മുന്നിൽ കണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ തുടരാം.